സച്ചിയുടെ രേവതിയുടെയും അടുത്ത വിശേഷങ്ങൾ ഇന്നലെ നമ്മൾ 3 അപ്കമിങ് എപ്പിസോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന എപ്പിസോഡ്സാണ് നമുക്ക് നോക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മലേഷ്യക്കാരിയായിട്ടുള്ള പണക്കാരി മകൾ വെറും ഫ്രോഡാണെന്നുള്ളതും ഒരു പരഗതിയും ഇല്ലാത്ത ഒരു പെണ്ണാണെന്നുള്ളതും അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇറച്ചി വെട്ടുകാരനായ മാമൻ്റെ പിന്നെ മരുമകളാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞതോടുകൂടി ചന്ദ്രയുടെ ആകെ നിലപാട് മാറി. നമ്മുടെ എന്താ പറയുക, അവളുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് അവളെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ മാമയുടെ വീട്ടിലേക്ക് നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ രവീന്ദ്രനാണെങ്കിലോ തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തയ്യാറെടുപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. സച്ചിയുടെ രവീന്ദ്രൻ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അതുപോലെ വേറെ എന്തൊക്കെ വിശേഷങ്ങളാണുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവുവിനെയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ദേവു ആണെങ്കിലോ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ട്രാഫിക് പോലീസുകാരനായിട്ട് ചെറിയ പ്രണയത്തിലാണല്ലോ. അപ്പോൾ അയാൾ സച്ചിയോട് വിരോധമുള്ള ആളാണ്. പക്ഷേ എങ്കിലും ഇയാൾ ആ പെൺകുട്ടിയോട് പറയേണ്ടപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവ് വന്നിട്ട് ബൈക്കിൽ കയറുകയാണ്. എന്നിട്ട് അവരൊരു ഘട്ടം കഴിയുമ്പോഴേക്കും ഇഷ്ടത്തിലാവുകയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ രേവതിയാണ് കാണിക്കുന്നത് കേട്ടോ. രേവതി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി വരികയാണ്. അല്ല രേവതി, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? പിന്നെ മുഖമൊക്കെ മാറിയിരിക്കുന്നല്ലോ, നിനക്ക് എന്താ പറ്റിയത്? അല്ല സച്ചിയേട്ടൻ അച്ഛനെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് പോയി മുത്തശ്ശിയെ കൈയോടുകൂടി കൂട്ടിക്കൊണ്ട് വരാമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തായി പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? ഞാൻ ഒരുപാട് അച്ഛനോട് പറഞ്ഞത് രേവതി, പക്ഷെ അച്ഛൻ പറഞ്ഞു വേണ്ട, രേവതിയുടെ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയും കൂട്ടിയിട്ട് ബസ്സിന് വന്നോളാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധിച്ച് അങ്ങ് പോയി. അതുകൊണ്ടാണ് ഞാനിങ്ങ് തിരിച്ചു വന്നത്. അതെ, ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചോണോ, ഇത് നീ കഴിച്ചോ. എവിടെയാ ഓട്ടക്കാരൻ, എന്തേ കിടക്കുകയാണോ? അപ്പോൾ നമ്മുടെ രേവതി പറയണേ, അത് പറയാതിരിക്കുക നല്ലത്. അദ്ദേഹത്തിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് അദ്ദേഹം ഇറങ്ങി അങ്ങ് പോയി. എവിടേക്ക് പോയി, എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കാകെ പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, അവൻ പോയിട്ട് വരട്ടെ, വല്ല ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കും. എന്തായാലും നമ്മൾ രണ്ടാളും അല്ലേ ഉള്ളൂ, ഇനി നീ വെച്ച് വിളമ്പാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. എന്തിനാ പുറത്തുനിന്ന് മേടിച്ചത്? ഞാൻ വെക്കില്ലേ, എനിക്ക് വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല രേവതി, ഇപ്പം നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നത്? നീ ഇപ്പോൾ ഇതും കഴിച്ചേ. അപ്പോൾ രേവതി പറയാണ്, ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് ഒരു സുഖവും ഇല്ല. നേരത്തെ എല്ലാവരുടെയും ഒച്ചയും ബഹളവും എല്ലാം കേട്ടിട്ട് നല്ല രസമായിരുന്നു ശരിക്കും. ശ്രുതി, ശ്രീകാന്ത്, വർഷ, അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി, ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല രസമായിരുന്നു. ശരിക്കും എനിക്ക് എല്ലാവരും ഉള്ളതാണ് സച്ചേട്ട ഇഷ്ടം. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്നൊക്കെ പറയണേ. നമ്മൾ വെറുതെ ആ ശ്രുതിയുടെ കാര്യം വീട്ടിൽ പറയണ്ടായിരുന്നു. എന്താ നീ ഉദ്ദേശിക്കുന്നത്? എടി, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലായിരുന്നെങ്കിലും അതെന്തായാലും സത്യം പുറത്തു വരും. അതുകൊണ്ട് നീ അത് ഓർത്തിട്ട് വെറുതെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അമ്മയാണെങ്കിലോ പിന്നെ ഭാമാൻ്റെ വീട്ടിലേക്ക് വഴക്കടിച്ച് പോവുകയും ചെയ്യും. അവരുണ്ടായിരുന്നെങ്കിൽ 2 ചീത്ത കേട്ട് കഴിഞ്ഞാൽ ദിവസം അടിപൊളിയായിരുന്നു കിട്ടിയേനെ. അപ്പോഴേക്ക് സച്ചി പറയാം, അത് ശരി, എൻ്റെ അമ്മയുടെ വായിന്ന് 2 കേൾക്കാത്തതുകൊണ്ടാണല്ലേ നിനക്ക് പ്രശ്നം? അല്ല സച്ചേട്ടാ, വീട്ടിലെ ഒരു സ്വസ്ഥതയില്ല. എനിക്കിങ്ങനെ ഈ വീട്ടിൽ നിൽക്കുമ്പോഴേ എന്തൊക്കെയോ ഒരു വീർപ്പ് മുട്ടലാണ്. നമുക്കിതൊന്നും വേണ്ടായിരുന്നു, ശ്രുതിയുടെ രഹസ്യങ്ങളൊന്നും പറയണ്ടായിരുന്നു എന്ന് പറയണേ. അപ്പോഴേക്ക് സച്ചി പറയാം, നീ എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്ക് തോന്നുന്നതേ ഈ ശ്രുതിയെ ചുറ്റിപ്പറ്റി ഇനിയും രഹസ്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാ. അതെന്താ സച്ചേട്ടാ അങ്ങനെ പറഞ്ഞത്? എന്നാണ് ഈ പാർലർമ്മ സത്യം പറഞ്ഞിട്ടുള്ളത്? നീ പറയും. ശ്രുതിയെ ചുറ്റിപ്പറ്റിയിട്ട് എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ശ്രുതി ഇല്ലയെന്നല്ലേ നീ പറഞ്ഞത്? വാ, നമുക്കേ റൂമിൽ കയറിട്ടെ ശ്രുതിയുടെ റൂമിൽ അരിച്ചു പറക്കാം, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാതിരിക്കില്ല എന്നും പറഞ്ഞിട്ട് പറയുകയാണെ. അപ്പോഴേക്ക് രേവതി പറയും, അതൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ആരുമില്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ റൂമിൽ കയറുന്നത് ശരിയല്ല, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം. എൻ്റെ പൊന്നു രേവതി ചുമ്മാ കക്കാൻ കയറുന്നൊന്നുമല്ല, അവളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡോറ് ലോക്ക് ചെയ്തിട്ട് ശ്രുതിയുടെ റൂമിലേക്ക് കയറിയിട്ട് ശ്രുതിയുടെ കബോർഡൊക്കെ അരിച്ച് പറക്കി നോക്കുകയാണ്. അപ്പോൾ ആദ്യക്ക് വേണ്ടിയിട്ട് ശ്രുതി മേടിച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇതൊരു കുഞ്ഞു കൊച്ചിൻ്റെ ഡ്രസ്സാണല്ലോ, ഇതെന്തിനാണോ ശ്രുതിയുടെ കബോർഡിൽ സൂക്ഷിച്ചിരിക്കുന്നത്? ഹായ്, ഏതെങ്കിലും കൊച്ചിന് വേണ്ടിയിട്ടേ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മേടിച്ചതായിരിക്കും, അങ്ങനെ വഴിയുള്ളൂ. നീ വേറൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേ ശ്രുതിയാണെങ്കിലോ മേടിച്ച് വെച്ചത്, ആദ്യയുടെ അച്ഛൻ ശ്രുതിയാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അവൻ മേടിച്ച് വെച്ചതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോഴേക്ക് രേവതി പറയാം, അത് ശരിയായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കതകിൽ തട്ടുന്ന ഒരു സൗണ്ട് ഒക്കെയാണ്, കോളിംഗ് ബെല്ലും അടിക്കുന്നുണ്ട്. വേഗം തന്നെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് വെച്ചിട്ട് വേഗം പുറത്തേക്ക് വരികയാണ്. ഡോറ് തുറക്കുമ്പോൾ ശ്രുതിയാണ്. എടാ ഓട്ടക്കാരോ, നീയായിരുന്നോ? നീ ഇതെവിടെ പോയിരിക്കുകയായിരുന്നു? ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ? പറഞ്ഞിട്ട് പോവാൻ നീ ആരാണ്? VIP യോ?
എനിക്കിവിടെ ആരും വെച്ച് വിളമ്പി തരാനൊന്നുമില്ലല്ലോ, അത് കാരണം ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചാന്ന് പറയാണ്. എന്നിട്ട് ശ്രുതി അങ്ങ് പോവുകയാണേ. ഈ സമയത്താണെങ്കിലോ നമ്മുടെ വർഷയാണെങ്കിലോ രേവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ. മുത്തശ്ശി വരാൻ പോവാണ്, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് രേവതിയും വർഷയോട് പറയാണ് കേട്ടോ. ശരിക്കും ശ്രുതി പോയതിൻ്റെ വിഷമം താങ്ങാൻ പറ്റാതെയാണ് ശ്രുതി നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വന്ന് ഇതൊന്ന് കോംപ്രമൈസ് ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട വർഷ പറയാണ്, ഓ മുത്തശ്ശി വരാൻ പോവാണോ, അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. നാളേക്ക് മുത്തശ്ശി വരല്ലേ, മുത്തശ്ശി വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, അവിടെയല്ലേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്, അത് മിസ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യവുമില്ല. അടിപൊളി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കഥയാണ്. എന്തായിരിക്കും ശ്രുതി ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞിട്ടുള്ളതെന്നൊന്നും അറിയില്ലല്ലോ. അതൊന്നും നമുക്കറിയില്ലല്ലോ ചേച്ചി. അതുകൊണ്ട് ശ്രീകാന്തും രാവിലെ തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ശ്രീകാന്തിനോട് പറയാണ്, നാളെ രാവിലത്തേക്ക് നമ്മൾ വീടെത്തണം. അതെന്തിനാ വർഷേ, നമുക്കിവിടെ 2-3 ദിവസം കൂടി പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, ഇവർ രണ്ടാളും ഒരു ടൂറ് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ ബുക്ക് ചെയ്ത ടൂറായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും അവരതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും അവർ ഈ ഒരു വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ലാതായി പോയതും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആകെ അവർക്കും വിഷമമായിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുത്തശ്ശി വരുമ്പോൾ എല്ലാവരും കോംപ്രമൈസ് ആവുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവരെല്ലാവരും മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അപ്പോഴേക്കും പറയാം, ശ്രീകാന്തേ വീട്ടിൽ നടക്കാൻ പോകുന്നത് എത്ര വലിയ ഇഷ്യൂ ആണെന്നറിയാമോ, അതെനിക്ക് നേരിട്ട് കാണണം, വാ നമുക്ക് എന്തായാലും നേരിട്ട് പോയിട്ട് വീട്ടിലെത്തണം എന്ന് പറയണേ. പിന്നെ നമ്മുടെ രേവതിയെ കാണിക്കുകയാണേ. അപ്പോൾ രേവതി ആണെങ്കിൽ പറയുകയാണ് സച്ചിയോട്, അല്ല നിങ്ങളുടെ ചേട്ടനോട് ഞാൻ ആലോചിക്കുന്നത്, എന്നാലും അയാൾ എന്തൊരു മനുഷ്യനാണല്ലേ. സത്യം പറഞ്ഞാൽ ശ്രുതി നുണ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്, അതൊരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ചേട്ടന് വേണ്ടിയിട്ട് ഇത്രയധികം നിലകൊള്ളുന്നൊരു ഭാര്യ കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചേട്ടനെ ഒരുപാട് പുണ്യം ചെയ്യണം. ആദ്യത്തെ ഒരു കല്യാണം മുടങ്ങി, കല്യാണ ദിവസം നിങ്ങളുടെ ചേട്ടൻ ഒളിച്ചോടിപ്പോയി, കുറേ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അത് മാത്രമല്ല ഒരു പെണ്ണുമായിട്ട് 1 വർഷത്തോളം ലിവിങ് റിലേഷൻഷിപ്പിനും ഉണ്ടായി. എന്നിട്ട് ശ്രുതി നിങ്ങളുടെ ചേട്ടനെ കല്യാണം കഴിച്ചു. നിങ്ങളുടെ ചേട്ടനാണെങ്കിലോ മുന്നോട്ട് വരണം, നിങ്ങളുടെ ചേട്ടനെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലപോലെ കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രുതിയുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഭർത്താവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ നടക്കുന്ന ഒരാളാണ്. ആരുടെ മുന്നിലും നിങ്ങളുടെ ചേട്ടനെ വിട്ടുകൊടുക്കാൻ ശ്രുതി തയ്യാറുമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിശാലിയായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയായിരുന്നു. ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിക്ക് ജീവൻ തന്നെയായിരുന്നു. ശ്രുതിയാണെങ്കിൽ നിങ്ങളുടെ ചേട്ടനെ കല്യാണം കഴിച്ചിട്ടില്ലെന്നില്ലെങ്കിൽ വേറെ ആരും നിങ്ങളുടെ ചേട്ടനെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. അത്ര നല്ല സ്വഭാവമാണല്ലോ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തൻ്റെ അമ്മ ശ്രുതിയെ തല്ലുന്നത് വെറുതെ നോക്കി നിന്നില്ലേ. കുത്തിനെ കുറിച്ച് പുറത്താക്കുമ്പോൾ എന്തിനാ അങ്ങനെ പുറത്താക്കുന്നതെന്ന് പോലും ചോദിച്ചില്ല. എൻ്റെ ഭാര്യയല്ലേ എന്ന് പോലും പറയാതിരുന്നില്ല. അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയാം, അവൻ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെ, അമ്മ അവനെ സ്നേഹം കൊടുത്ത് അമ്മയുടെ കീശയിലിട്ട് വെച്ചിരിക്കുകയാണ്. അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് അവനൊന്നും ചെയ്യാനും പോകുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ, ദേ നോക്ക്, ഞാനില്ല സമയത്ത് എൻ്റെ കുറ്റം പറയുന്നോ, അതെ എൻ്റെ വിദ്യാഭ്യാസത്തിനും അനുസരിച്ചിട്ടുള്ള പെണ്ണൊന്നും അല്ല ശ്രുതി, അവൾ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവളല്ലെങ്കിൽ അതിനേക്കാളും നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കിട്ടും, അതിനേക്കാളും റിച്ച് ആയിട്ടുള്ള നല്ല പെണ്ണിനെ കിട്ടും എന്ന് പറഞ്ഞേ. അല്ല നീ പറയുന്ന പോലെ എന്നെ ആരും കെട്ടതൊന്നും ഇരിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ്, കേട്ടോ രേവതി, അവനിപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, വെറുതെ അവനോട് വായിട്ടലച്ചിട്ടേ യാതൊരു കാര്യമില്ല, അത് ചിന്തിക്കാതിരിക്കണം നമുക്ക് നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നത് ശ്രുതിയാണെങ്കിലോ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അല്ല നീ ഫോണും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയല്ലോ, ഇനി ശ്രുതിയെ വിളിക്കാനാണോ? ശ്രുതിയെ വിളിക്കാനായിട്ടൊന്നും അല്ലടി, ഞാൻ വിളിച്ച ശ്രുതി എടുക്കത്തുമില്ല. ഞാൻ വർഷ ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ഒരു സപ്പോർട്ട് വർഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെനിക്ക് ഈ സമയത്ത് വലിയൊരു ഉപകാരമായിരിക്കും. ഞാനെങ്കിൽ വർഷയെ വിളിക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ വർഷയ്ക്കാണെങ്കിലോ, വർഷ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയുണ്ട്, പിറ്റേ ദിവസം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് ശ്രുതി വർഷയെ വിളിക്കേണ്ട. അപ്പോൾ വർഷ കോൾ അറ്റൻഡ് ചെയ്യാണ്. ശ്രുതിയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ശ്രീകാന്തിനെ കാണിക്കും. ശ്രീകാന്ത് സംസാരിക്കാൻ പറയുകയാണേ. പറ ശ്രുതി, എന്തൊക്കെയാണ് അവിടെ? ഒരുപാട് വിശേഷങ്ങളൊക്കെ അവിടെ നടന്നു, ഞാൻ അറിഞ്ഞില്ല. അതെ വർഷേ, ഒരുപാട് കാര്യങ്ങൾ നടന്നു, എല്ലാ കാര്യവും വർഷ അറിഞ്ഞു കാണുമല്ലോ. വർഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ നുണ പറഞ്ഞു ശരി തന്നെയാണ്, പക്ഷേ അതിനുണ്ടാവുമല്ലോ ഒരു കാരണം. അത് നേരാ, നുണ പറയുന്നത് തെറ്റ് തന്നെയാണ്, പക്ഷെ അത് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ആ ഒരു ഘടകം ഉണ്ടാവുമല്ലോ, അത് സത്യമാണ് നിങ്ങൾ പറയുന്നത്. എന്നാലും എൻ്റെ ശ്രുതി ചേച്ചി, നിങ്ങൾക്ക് ഇത്രയധികം നുണ പറഞ്ഞ ഒരു കഥ തന്നെ
പിന്നെ ഇറക്കാൻ പറ്റുമല്ലോ നിങ്ങളുടെ മലേഷ്യയിലെ ഇളയച്ചൻ. ഇതൊക്കെ ഒരു നുണയായിരുന്നു, സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കൂടെ പറ്റുന്നില്ല. ഇത് രേവ ചേച്ചി പറയുന്ന സമയത്ത് ഞാനാകെ അമ്പരന്ന് പോയി. ഇതുപോലൊരു ടെസ്റ്റ് ഞാനൊരിക്കലും പ്രതീക്ഷയില്ല. പിന്നെ എന്തായാലും പിന്നെ ചന്ദ്രാൻ്റി നിങ്ങളെ വെറുതെ വയ്ക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണേ. എന്നോട് ആരും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ നുണ പറയുന്നതെന്ന്. എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ വർഷേ, അത് ചോദിക്കേണ്ടതല്ലേ. അപ്പോൾ വർഷ പറയാം, അത് നേരാ, എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ തൂക്കാൻ വിധിക്കുന്ന കുറ്റവാളിയോട് പോലും പിന്നെ എന്ത് വേണമെന്നുള്ളൊരു ചോദ്യം ആരായിരുന്നാലും ചോദിക്കും. പക്ഷേ നിങ്ങളോട് അതുപോലും ആൻറ്റി ചോദിച്ചില്ലല്ലോ. ഇല്ല, ചോദിച്ചില്ല. എനിക്കതാണ് വിഷമം. എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് വർഷ നിൽക്കുന്നതെന്ന് ചോദിക്കണം. അപ്പോഴേക്കും വർഷ പറയാണ്, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കാനായിട്ടാ, എനിക്കിതിൻ്റെ ഫുൾ സ്റ്റോറി ഒന്നും അറിയില്ല, ഞാൻ അതിലൊരു ഓഡിയൻസ് മാത്രമാണ്. നിങ്ങൾ കല്യാണം കഴിച്ചു, ശരിയാണ്. ഇനിയിപ്പോൾ ചന്ദ്രാൻ്റിക്ക് പറയാനുള്ളത് ചന്ദ്രാൻ്റി പറയട്ടെ. ഇതൊക്കെ കേട്ട് നിൽക്കാന്നല്ല ഞാനെന്ത് പറയാനാ. മുത്തശ്ശി വരുന്നുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം മുത്തശ്ശി എടുത്തോളും. എന്താ മുത്തശ്ശി വരുന്നുണ്ടെന്നോ? ഈ പ്രശ്നങ്ങളെല്ലാം തീരാൻ വേണ്ടിയിട്ട് അങ്കിള് മുത്തശ്ശിയെ കൂട്ടിയിട്ട് വരാൻ പോയിരിക്കുക. തീരുമാനം ഉണ്ടാവും, അപ്പം നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ. ഇത് കേട്ടതും ശ്രുതിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ. മുത്തശ്ശി നല്ല ബുദ്ധിയുള്ള ആളാണെന്നുള്ള ശ്രുതിക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷനാവാം കേട്ടോ. ഈ സമയത്ത് വർഷ കോൾ കട്ട് ചെയ്തിട്ട് ശ്രീകാന്തിനോട് പറയണേ, കണ്ടോടാ എന്ത് സ്വഭാവമാണല്ലേ, തെറ്റ് ചെയ്തിട്ട് വല്ല കുറ്റബോധം ഉണ്ടോ, എന്തെങ്കിലും കാരണമുണ്ടോ എന്ന്. ഇതിനൊക്കെ കാരണമില്ല, എന്നിട്ട് ഇതൊക്കെ മറച്ചു വയ്ക്കാമെന്ന് പറയുന്ന റീസൺ കണ്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്, അങ്ങനെ എന്നെ കിട്ടത്തില്ല. പിന്നെ എന്നിട്ട് വർഷം അങ്ങ് പോവാണ്. അടുത്ത ഇതിൽ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശി വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം സച്ചിയോട് പറയാണ്, അല്ല സച്ചി, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. എൻ്റെ മുത്തശ്ശി എപ്പോൾ കണ്ടാലും ഇത് മാത്രമാണോ ചോദിക്കാനുള്ളത്? ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. ഞാൻ എങ്ങനെയാണ് മുത്തശ്ശി ക്ഷീണിക്കുക? ഞാൻ നല്ല ഗുണ്ടായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോഴേക്കും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയണം, ശരിയാ മോളെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പോയത് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടേക്ക് വർഷയും ശ്രീകാന്തും വരികയാണ് കേട്ടോ. അപ്പോൾ വർഷയെ കണ്ടതും, വർഷയാണെങ്കിൽ മുത്തശ്ശി കണ്ടതും ഓടി വന്നിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. മുത്തശ്ശി ഇരിക്കുമെന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയാം, സുധി എന്താ ഇവിടെ നടക്കുന്നത്? എൻ്റെ മോനൊരു സമാധാനം കൊടുക്കില്ലേ നിങ്ങളാരും? പൊതുവെ ആൺപിള്ളേരെ പ്രസവിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാരം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നേരെ തിരിച്ചായല്ലോ. എൻ്റെ മോന് 10-60 വയസ്സ് കഴിഞ്ഞിട്ട് അവൻ്റെ ഭാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എനിക്കുള്ളത് ആകെ ഒരാളുള്ളത് ആങ്കൊച്ചാണ്. ഇതുവരെ അവനെൻ്റെ കണ്ണ് നിറയ്ക്കാനായിട്ട് വിട്ടിട്ടില്ല. ഇതിപ്പോൾ നിങ്ങളങ്ങനെയാണോ? നിങ്ങളെപ്പോഴും അച്ഛന് ഓരോരോരോ പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞാണ്, അതുപോലും നിങ്ങൾക്ക് ഒരു ചിന്തയില്ല. പിന്നെ എന്താ പറയുക, ശ്രുതി നുണ പറഞ്ഞതാ. ശ്രുതി നുണ പറഞ്ഞതും എല്ലാം ഓക്കെ. നിൻ്റെ അമ്മ നിൻ്റെ ഭാര്യ തല്ലിയിരിക്കുകയാണ്, മുടിക്കുത്തിന് വിളിച്ച് പുറത്താക്കിയിരിക്കണം. നീ ഒരാണല്ലേടാ, നിൻ്റെ ഭാര്യയെ തന്നെയല്ലേ അവൾ തല്ലിയത്. അപ്പം നീ കരിങ്കല്ല് ശില പോലെ ഇങ്ങനെ നിൽക്കുകയാണോ വേണ്ടത്? നിനക്ക് നിൻ്റെ ഭാര്യയോട് ഒരു സ്നേഹവും ഇല്ലേ? നിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് വരേണ്ടത് നിൻ്റെ കൂടെ കടമയല്ലേ? നീ എന്തുകൊണ്ട് വിളിച്ചിട്ടില്ല? പണ്ട് തൊട്ടേ നീ ഇങ്ങനെ ഒരു എടുത്തുചാട്ടക്കാരിയാണ്, ഒരു ബോധവും വെളിവും ഒന്നുമില്ല. നീയും അതുപോലെ തന്നെയാണല്ലോടാ. നീ നിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് വാന്ന് പറയുകയാണേ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി ആകെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ അതുപോലെ അവളങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നീ അതുപോലെ ചെയ്യണമെന്നുണ്ടോ? നീ നിൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിക്കുക. എൻ്റെ മുത്തശ്ശി, ഞാൻ എൻ്റെ അമ്മ പറയാതെ വിളിക്കില്ല എന്ന് പറയണേ. അപ്പോഴേക്കും മുത്തശ്ശി പറയാം, നീ വിളിച്ചേ മതിയാവുള്ളൂ. നിൻ്റെ അമ്മയെ ഞാനിവിടെ വരുത്താൻ പോവാണ്. നിൻ്റെ ഭാര്യ എവിടെയൊക്കെ പോയെന്നുള്ളത് അറിയോ? അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അവിടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അവളുടെ വീട്ടിലേ പോവുള്ളൂ, വേറെ എവിടെയും പോകാൻ വഴിയില്ല. അവളെവിടെ പോയാലെന്താ, പോയില്ലെങ്കിലെന്താ? അങ്ങനെ ഒരു മനസ്സാണോ നിനക്കുള്ളത്? നിൻ്റെ ഭാര്യയല്ലേ അവളെവിടെ പോയെന്നുള്ളത് ചിന്തിക്കേണ്ടത് നിൻ്റെ കടമയല്ലേടാ. പിന്നെ അപ്പം അത് വിളിച്ചോണ്ട് വരേണ്ടത് നിൻ്റെ കടമയല്ലേടാ എന്നൊക്കെ പറയാം. നീ എന്താണ് ഇങ്ങനെ അമ്മ കോന്തനായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ടു. നിൻ്റെ അമ്മ ഇങ്ങോട്ട് വരട്ടെ, അവളിങ്ങോട്ട് വന്നിട്ട് വേണം, അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ ബാമ്മയുടെ വീട്ടിലോട്ട് ആണ് താമസിക്കുന്നത്. അവളുടെ കാര്യമാണ് അതിലും കഷ്ടം. 50 വയസ്സ് കഴിഞ്ഞെങ്കിലും വാശിക്ക് ഒരു കുറവുമില്ല. എന്തെങ്കിലും പ്രശ്നമല്ല വീട് വിട്ട് പോവുക. പിന്നെ ഇത് കണ്ടിട്ടല്ലേ ഈ പിള്ളേരും പഠിക്കുക. എന്ത് പറയാനായിട്ടാണ്?
പിന്നെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷ പറയാണ്, എൻ്റെ രവി ചേച്ചി മുത്തശ്ശി വന്നതും മുത്തശ്ശി അടിപൊളിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കണ്ടോ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ചേച്ചി എന്ന് പറയണേ. അടുത്ത സൈഡിൽ കണ്ടി നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നേരമായിട്ട് ശ്രുതി പോലും എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോണ്ട് മീര വരികയാണ് കേട്ടോ. നീ ശ്രുതിനെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണോ നീ? ആ, പിന്നെ നിന്നെ വേണ്ടാന്ന് തോന്നുന്നു ശ്രുതിക്ക്, അല്ലെങ്കിൽ 5 മിനിറ്റ് വിടുമ്പോൾ നിന്നെ വിളിച്ചുകൊണ്ടിരുന്നവനല്ലേ. അപ്പോൾ ഇത്ര നേരമായിട്ട് അവൻ്റെ ഒരു കോൾ വന്നോ? അപ്പോൾ അവനെന്താ നിന്നെ മടുത്തോ? ഈ സമയത്ത് ശ്രുതി പറയാണ്, എനിക്കറിയാം എൻ്റെ ശ്രുതി വിളിക്ക് ശ്രുതി എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിക്കുകയാണ് കേട്ടോ. വിളിക്കുമ്പോഴോ മീര പറയാം, ദേടി വിളിക്കണോ ശ്രുതി അങ്ങനെ പേടിക്കട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മീര പറയാണ്, പേടിക്കട്ടെ എന്നോ, നീ എന്തായി പറയുന്നത്? ഇത്ര നേരം ശ്രുതി വിളിക്കുന്നില്ല. ഇപ്പോൾ വിളിച്ചപ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നത്? പേടിക്കട്ടെ എന്നോ? ഇതൊരു തരം ടോർച്ചറാടി, നീ അങ്ങനെയൊന്നും പറയരുത്, ഇതാണ് പ്രണയം. അപ്പോഴേക്കും മീര പറയാം, ഇതുപോലത്തെ പ്രണയം ഞാൻ കണ്ടിട്ടില്ല, നീ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നു പറഞ്ഞിട്ട് മീര അങ്ങ് പോവുകയാണേ. അപ്പോൾ ശ്രുതി എടുക്കാതായപ്പോഴേക്കും ശ്രുതി പറയാം, ഇല്ല വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയാം, ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഓരോ കാര്യങ്ങൾ, സ്നേഹമാണെങ്കിൽ 24 മണിക്കൂറും വിളിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കും, ദേഷ്യം വന്നാലോ പിന്നെ ഫോൺ എടുക്കില്ല. അപ്പോഴേക്കും വർഷം വരികയാണ്. അത് മുത്തശ്ശി പറഞ്ഞത് 100% ശരി തന്നെയാണ്. ഞങ്ങളൊക്കെ ഈ ന്യൂ ജനറേഷൻ ഇങ്ങനെയാണ്, വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറയാം, ഇവളുടെ സ്വഭാവം, ഇവളങ്ങനെയേ വിളിച്ചത്, നിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ ചോദിച്ചിട്ട് ഇവർക്കിടയിൽ പിന്നെ വഴക്കാവുകയാണേ. അപ്പോഴേക്കും മുത്തശ്ശി രേവതി പറയാം, എൻ്റെ പൊന്നു പിള്ളേരെ ഒന്നും മിണ്ടാതിരിക്കുക. ആദ്യമേ തന്നെ മുത്തശ്ശിയോട് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നം തീർക്കാനായിട്ട് മുത്തശ്ശി വന്നിരിക്കുകയാണ്. ഇനി നിങ്ങളായിട്ട് പുതിയൊരെണ്ണം കൂടെ വെച്ച് കൊടുക്കല്ലേ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും സച്ചിൻ പറയാണ്, ഈ സമയത്ത് മുത്തശ്ശിക്ക് ഒരു കേസ് എടുക്കാൻ പറ്റില്ല, ഒന്നുകിൽ നിങ്ങളുടെ കേസ്, അത് കഴിഞ്ഞിട്ട് മതി കേട്ടോ. അങ്ങനെ സച്ചി പറയണം, നിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാലേ ചിലപ്പോഴേ അവൾ കോൾ എടുക്കില്ല, പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ അവൾ എടുക്കും, പാർലറും എന്തോലും ഫോൺ എടുക്കാം. എന്നിട്ട് നീ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമെന്ന് പറയണേ. അപ്പോൾ നിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാലേ അവൾ എടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയണം കേട്ടോ. എന്നിട്ട് രേവതി പറയാം, അവൻ നേരാണ്, ഇദ്ദേഹം പിന്നും വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ശ്രുതി ഫോൺ എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ സച്ചേട്ടൻ്റെ ഫോണിൽ നിന്നങ്ങനെ ഫോൺ വന്നു കഴിഞ്ഞാൽ ശ്രുതി ഒരിക്കലും ഫോൺ എടുക്കില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. അതുമായിട്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ്, അതിരിക്കട്ടെ രവീന്ദ്ര, നീ ചന്ദ്ര എവിടെ എന്നുള്ളത് അന്വേഷിച്ചോ? ചന്ദ്ര വിളിച്ചോ അതോ ചന്ദ്രയെ നീ വിളിച്ചോ എന്നൊക്കെ ചോദിക്കണ്ടേ. അത് കേട്ടോ അമ്മ പറയണം, പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, നീ ഇങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടല്ലമ്മേ, എങ്ങാനും ചന്ദ്രയെ വിളിച്ചു വരുത്തിയതിന് ശേഷം ശ്രുതി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നുണ്ടല്ലേ, ശ്രുതി വരുമ്പോൾ അതും കൂടെ തീർക്കാം. അതുകൊണ്ട് ശ്രുതി വന്നു കഴിഞ്ഞിട്ട് വിളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ശരിയെന്ന് പറയണേ. അങ്ങനെ പിന്നെയും കോൾ ചെയ്യാണ് കേട്ടോ. ശ്രുതി ലാസ്റ്റ് കോൾ എടുക്കുകയാണ് കേട്ടോ. ശ്രുതി എന്ന് പറഞ്ഞിട്ട് കയറണം. അപ്പോൾ ശ്രുതി പറയണേ, ശ്രുതി ഇവിടെ മുത്തശ്ശി വന്നിട്ടുണ്ട്, നീ ഇവിടെ വരണം, മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഫോൺ ചെയ്തതെന്ന് പറയണേ. അപ്പോൾ ശ്രുതി പറയാം, ഞാൻ വരില്ല ശ്രുതി, പിന്നെ നീ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാണോ? നീ നിൻ്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിന് വന്നതല്ല അല്ലേ, നീ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വരുന്നില്ല ശ്രുതി, വന്നേ മതിയാവുള്ളൂ, പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ, എങ്കിൽ പിന്നെ എനിക്കൊരു ഡിമാൻഡുണ്ട്, ആ ഡിമാൻഡ് കേട്ടാൽ മാത്രമേ, അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയാം. ഡിമാൻഡ് പറയാനായിട്ട് എനിക്കിപ്പോൾ പറ്റില്ലല്ലോ, അതുകൊണ്ട് അപേക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയണേ. എന്തായാലും നീ പറ, എന്താ സംഭവം? അത് പിന്നെ ആൻറ്റി എന്നോടൊന്നും ചോദിക്കാനും പാടില്ല, ആൻറ്റി എന്നെ തല്ലാനും പാടില്ല. അമ്മ എന്തെന്നുള്ളത് എനിക്കെങ്ങനെ പറയാൻ പറ്റും, അത് അമ്മയുടെ സ്വഭാവം പോലെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. ആൻറ്റിക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശമില്ല, എല്ലാ അവകാശവും നിനക്കാണുള്ളത്, നിനക്കെന്നെ ചോദ്യം ചെയ്യാനും തല്ലാനും ഒക്കെ അവകാശമുണ്ട് എന്ന് വിചാരിച്ച് മറ്റാർക്കും അവകാശം ഇല്ല എന്നുള്ളത് പറയരുത്. ഈ സമയത്ത് ശ്രുതിയോട് മുത്തശ്ശി ചോദിക്കുകയാണ്, അവളുടെ ഡിമാൻഡ് എന്താണ്? അമ്മ തല്ലരുത്, ചോദ്യം ചെയ്തതൊക്കെയാണ്. ഞാനിവിടെ ഉണ്ടല്ലോ, ഒന്നും ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, ഇവിടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി എന്തായാലും നിന്നെ ചീത്ത പറയാനായിട്ടോ തല്ലാനായിട്ടോ ഒന്നും അനുവദിക്കില്ല, എന്തായാലും ഇങ്ങോട്ട് പോകുന്നേരെന്ന് പറയുകയാണെ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കോൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പം മീര ചോദിക്കുകയാണ്, എടി എന്ത് നീ അങ്ങനൊരു ഡിമാൻഡൊക്കെ വെച്ചത്, അല്ലെങ്കിൽ അവരെന്നെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യോടി, അറിയാമല്ലോ ശ്രുതിയുടെ അമ്മയുടെ ഒരു സ്വഭാവം, അവരെനിക്കൊരു സമാധാനം തരില്ലടാ മുൻകൂട്ടി തന്നെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ
അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയാണ്. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, വന്നപ്പോൾ തുടങ്ങി നീ ഇരുന്ന ഇരിപ്പിൽ ഇരിക്കുകയല്ലേ, ചായ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? എനിക്കെങ്ങും വേണ്ട ചായ. ഞാൻ ചായ കുടിച്ചിട്ട് എന്തിനാ? എൻ്റെ മോൻ്റെ ജീവിതം പോയി. ഞാനാണെങ്കിൽ അവളെ തലേ കയറ്റി വെച്ചിരിക്കുകയായിരുന്നില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ എൻ്റെ മോനെ കൊണ്ടേ പണക്കാരിയായിട്ടുള്ളൊരു മരുമകളെ കൊണ്ടുവരാമെന്ന് ചോദിച്ചത് സർവേശ്വരൻ എന്നെ ചതിച്ചു എന്ന് പറയുകയാണ്. ഈ സമയത്ത് ഭാമ പറയാണ്, നീ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇളയ മോനൊരു പണക്കാരി പെണ്ണല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്, അതിനെന്താ നീ സംതൃപ്തിപ്പെടും അതിൽ. പിന്നെ നീ എന്തായാലും പിന്നെ ആ പണക്കാരി പെണ്ണിൻ്റെ കാര്യമാണോ പറയുന്നത്? അവളെന്നെ ഒരു മതിപ്പുമില്ല, ഒന്നുമില്ല. നിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ്. നീ ഈ ശ്രുതിയുടെ പിന്നാലെ നടന്ന നേരത്തെ രേവതിയോട് ഇത്തിരി സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, രേവതി നന്നായിട്ട് നിന്നെ നോക്കിയേനെ. ഈ സമയത്ത് ചന്ദ്ര ഭാമയോട് പറയാണ്, നീ മിണ്ടരുത്, നീ ഒറ്റൊരുത്തി കാരണമാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് നീ എന്നെ ഉപദേശിക്കാൻ വരുന്നു. ഞാനിനി ആ പൂ കെട്ടുന്നവളുടെ മുമ്പിൽ ചെന്നിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറവറോന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയെ വിളിക്കുകയാണ്. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, ആരെ വിളിക്കുന്നത്? എങ്കിൽ കോൾ എടുക്ക്, പാവം ചേട്ടൻ നിന്നെക്കുറിച്ച് ഓർത്തിരിക്കുകയായിരിക്കുള്ളൂ, എന്തായാലും നീ കോൾ എടുക്കുമെന്ന് പറയണേ. അങ്ങനെ നമ്മുടെ ചന്ദ്ര കോൾ എടുക്കുകയാണ് കേട്ടോ. എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ്, അത് പിന്നെ നീ എത്ര ദിവസമായി പോയിട്ട്, നീ ഇവിടേക്ക് വാ, പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? അപ്പോഴേക്കും ചന്ദ്ര പറയാം, കൂടുതലെന്താ പരിഹരിക്കാനായിട്ടുള്ളത്? ഞാൻ പറ്റിക്കപ്പെട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ എൻ്റെ തലയാണെങ്കിലോ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുമാതിരി നുണയല്ലേ ഒരുത്തി പറഞ്ഞു വിട്ടത്. അവൾ ആ നാശം പിടിച്ചവൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രവീന്ദ്രൻ പറയാണ്, ഇവിടെ ആരുമില്ല, നീ ഒന്ന് വാ ഇങ്ങോട്ട്, അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചന്ദ്ര ചോദിക്കാൻ, അവരെന്തിനാ എവിടേക്ക് വന്നത്? അവരാരെ കൊണ്ടുവന്നത്? അതാരെങ്കിലും ആവട്ടെ, ഞാനാ വിളിച്ചോണ്ട് വന്നത്. നീ ഇങ്ങോട്ട് വാ, നീ ഇപ്പം തന്നെ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണെ. അപ്പോഴേക്കും ചന്ദ്രൻ പറയാം, വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ഡിമാൻഡുണ്ട്. ഞാൻ എൻ്റെ മരുമകളെ, അതായത് ശ്രുതിയെ എന്ത് ചെയ്താലും അതിനൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ അമ്മയ്ക്ക് അവകാശമില്ല. ശ്രുതിയുടെ അമ്മായിയമ്മ ഞാനാണ്, അത് നിങ്ങളുടെ അമ്മ എപ്പോഴും ഓർത്തോളണം. ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ്, നീയാണ് ശ്രുതിയുടെ അമ്മായിയമ്മയെങ്കിൽ നിൻ്റെ അമ്മായിയമ്മ എൻ്റെ അമ്മയാണല്ലോ, അത് നീ ഓർത്തോളണം എന്നും പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യണേ. അപ്പോൾ അതിനുശേഷം ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഈ തള്ള എന്തിനാണോ ഇങ്ങോട്ട് വരണം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോഴേക്കും അവരും കയറി വരും. ഈ പ്രായത്തിൽ അമ്മായിയമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരം കൊണ്ട് വന്നോളും. അപ്പോൾ ഈ സമയം നമ്മുടെ ഭാമ ചോദിക്കുകയാണ്, അവരാ പ്രായത്തിൽ അമ്മായിയമ്മ ഇട്ടിരിക്കുന്നു, നീയോ? നീ ഈ പ്രായത്തിലും മരുമകളെ അടക്കി ഭരിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം ഭാമ, എനിക്ക് ചൊറിഞ്ഞു വരണുണ്ട്. ആവശ്യമില്ലാത്ത വർത്താനം എന്നോട് പറയാൻ നിൽക്കണ്ട. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. ചന്ദ്ര ആണെങ്കിൽ ഇറങ്ങുകയാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റുള്ള ഓട്ടോവുമായിട്ട് നമ്മുടെ ശ്രുതിയും വരികയാണ്. അങ്ങനെ രണ്ട് ഓട്ടോയും വണ്ടിയും വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇറങ്ങുന്നു, ശ്രുതി ഇറങ്ങുന്നു. രണ്ടുപേരും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും ചിരിച്ചു കാണിക്കുന്നത്, ചന്ദ്ര ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ചില്ലറയില്ല, ഓട്ടോക്കാരന് പൈസ കൊടുക്കുമ്പോഴേ. അപ്പോൾ ചില്ലറില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വന്നിട്ട്, എൻ്റെ കയ്യിൽ ആൻറ്റി ചില്ലറ ഞാൻ കൊടുത്തോളാം എന്ന് പറയണേ. ചന്ദ്ര പറയണേ, എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ടടി, പ്രത്യേകിച്ച് നിൻ്റെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പൈസ എടുത്ത് കൊടുക്കേണ്ടായത്. എനിക്ക് ബാക്കി തരണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് കയറി പോവാണ്. ഗേറ്റൊക്കെ തള്ളി തുറന്നങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷനാവാണ്. അപ്പോൾ ശ്രുതി വന്ന ഓട്ടോയിൽ ഒരു സ്ത്രീയാണ് ഓട്ടോ ഓടിച്ചത്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുകയാണ്, അല്ല ഇത് നിങ്ങളുടെ അമ്മായിയമ്മയാണോ? കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഭയങ്കര സാധനമാണെന്ന്. എൻ്റെ അമ്മായിയമ്മ ഇതുപോലെ തന്നെയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാം, അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, ഇനി നിങ്ങളായിട്ട് ഇത് കൂട്ടണ്ട, എന്തായാലും അവർ കേൾക്കും എന്നും പറഞ്ഞ് പൈസയും കൊടുത്തിട്ട് അങ്ങ് പോവുകയാണേ. അങ്ങനെ ചന്ദ്ര വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അമ്മ എപ്പോൾ ഒന്നും ചോദിക്കാം കേട്ടോ. ഇത് കേട്ട് രവീന്ദ്രൻ്റെ അമ്മ ചോദിക്കുകയാണ്, അല്ല ചന്ദ്രേ, ഞാൻ വന്നിട്ടേ സുഖമാണോ എന്നൊന്നും നീ ചോദിച്ചിട്ടില്ലല്ലോ, നീ എപ്പോൾ വന്നു, വരണ്ടായിരുന്നോ എന്നൊന്നും നീ പറഞ്ഞിട്ടുമില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി പറയാം, എനിക്കിവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാം, പക്ഷേ എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു തീർപ്പുണ്ടാക്കിയിട്ടല്ലേ ഇറങ്ങിപ്പോകണ്ടേ? നിനക്കെന്താ 25 വയസ്സാണോ? നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? നീ നിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വതയെങ്കിലും പെരുമാറാൻ നോക്കണ്ടേ? ശരിയാണ്, മരുമകളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അത് അവൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനല്ലേ നോക്കേണ്ടത്. അവൾ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ പറയാൻ കാര്യം? അവളുടെ ഭാഗത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ എന്നും പറഞ്ഞിട്ട് ശ്രുതിയോട് പറയണം, ശ്രുതി
ശ്രുതിയും വിളിക്കുക പറയാം. ശ്രുതി ഓടി വന്നിട്ട് അമ്മ വന്നല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ഇല്ലാതെ ഒരു രസം ഉണ്ടായിരുന്നില്ല അമ്മയെന്ന് പറയണേ. അപ്പോഴേക്കും മുത്തശ്ശി ശ്രുതിയെ വിളിക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതി അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ, വിളിക്കണോ വേണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ മുഖം മാറ്റി കളയാണ്. ശ്രുതിക്ക് പേടി, ശ്രുതിയോട് കയറി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ഭയത്തിൽ ശ്രുതി ഒന്നും പറഞ്ഞില്ലടാ. അങ്ങനെ ശ്രുതി കയറി വരാൻ പോകുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ്, രേവതി ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ടേ എന്നിട്ട് ആ സ്പൂൺ നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ നാക്കിൽ നുണ പറഞ്ഞാൽ നാക്കിൽ വെച്ച് പിടിപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനം ആവുള്ളൂ എന്ന് പറയുകയാണെ. ആൻറ്റി എന്താ ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ വയലൻസ് ആണ്, ഇങ്ങനൊന്നും പറയല്ലേ, എൻ്റെ പൊന്നുമോളെ നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറയുകയാണെ. അമ്മേ അവൾ പറഞ്ഞാലും ഒരു തെറ്റുമില്ല, അവളങ്ങനെ പറഞ്ഞ സത്യമല്ലേ, ഇതൊക്കെ വയലൻസ് ആണ് അമ്മേ. എന്താണ് ശ്രീകാന്ത്, നീ നിൻ്റെ ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണോ? അപ്പോഴേക്കും വർഷ പറയണം, ആ അവനാണെങ്കിലോ എനിക്ക് സപ്പോർട്ടെങ്കിലും ചെയ്യുന്നുണ്ട്, ചില ആൾക്കാരെ പോലെ ഭാര്യ തല്ലുമ്പോഴും കൊല്ലുമ്പോഴും മിണ്ടാതിരിക്കുന്നില്ലല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടെ വന്നു കയറിയവർക്കെല്ലാം ഈ ചെക്കന്മാരെല്ലാം നല്ല ഫ്രീഡം കൊടുത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അവളുമാരെ നിന്ന് ആടുന്നത്. അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറയാം, എൻ്റെ ചന്ദ്രേ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, ഉള്ള പ്രശ്നം തീർക്കട്ടെ. അപ്പോൾ എന്താ പറയുക, രവീന്ദ്രൻ പറയും, നീ ചന്ദ്രേ നീ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റാണ്, കാര്യം അവളൊരു നുണ പറഞ്ഞു ശരിയാണ്, പക്ഷെ എന്ന് പറഞ്ഞിട്ട് അവളെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്, അവളങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ. അപ്പോൾ ഇത്രയും നുണ പറഞ്ഞാൽ അവളിനി സത്യം പറയുമെന്നാണോ നിനക്ക് തോന്നുന്നത്? ഒരിക്കലും അവളിന് സത്യം പറയില്ല, അവളിന് എന്ത് ശിക്ഷയാണോ കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോഴേക്ക് രേവതി വന്നിട്ട് പറയാം, എനിക്കൊരു യോജിപ്പുമില്ലേ പറഞ്ഞതിന്, ശ്രുതി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് കറക്റ്റായിട്ട് അന്വേഷിക്കണമല്ലോ, എന്തായിരിക്കും ശ്രുതിക്ക് പറയാനുള്ളതെന്നുള്ളതും കേൾക്കണമല്ലോ, അല്ലാതെ പെട്ടെന്ന് ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്ക് സച്ചിൻ പറയണം, രേവതി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, ഇപ്പോൾ കോടതിയിൽ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ കൂടി അപ്പുറം നിൽക്കുന്ന ആളുടെ ഒപ്പീനിയൻ കൂടി എടുക്കുമല്ലോ, അയാൾക്ക് പറയാനുള്ള എന്താണെന്നും കൂടി അറിയണമല്ലോ, അതും കൂടെ കേട്ടതിന് ശേഷമല്ലേ നമ്മൾ കോടതിയിൽ ഒരു കാര്യം വിധിക്കുള്ളൂ, അല്ലാതെ ഉടനടി തൂക്കിക്കൊല്ലാനൊന്നും അല്ലല്ലോ വിധിക്കുക. അപ്പോഴേക്കും ചന്ദ്ര പറയാം, ഇവളോടൊക്കെ എന്ത് ചോദിക്കാനാണ്, ഇനി ഇവൾ എന്ത് സത്യം പറയാനാണ്, ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ കുടുംബമാണ് അവളുടെ ഇളയച്ചൻ മലേഷ്യക്കാരനാണെന്ന് വരെ പറഞ്ഞിട്ട് കഥ ഇറക്കിയവളാ, ഇനി ഇതിൽ കൂടുതലൊന്നും ഇവള് പറയാനില്ലല്ലോ, നിങ്ങളൊക്കെ അല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അപ്പോൾ ഞങ്ങളയാളെ കൂട്ടിക്കൊണ്ട് വന്നതേ സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അമ്മ ചെയ്യുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോഴേക്ക് ചന്ദ്ര പറയാം, സത്യമൊക്കെ ഇപ്പോൾ തെളിഞ്ഞല്ലോ, ഇനി കൂടുതലൊന്നും പറയണ്ട, നീ ഇവൾക്ക് ഫ്രീഡം കൊടുത്തത് കൊണ്ടാണ് ഇവൾ തലേ കയറി നിന്ന് ഇറങ്ങിയത്, അവളെ അടിക്കടാ എന്ന് പറയുകയാണേ. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധിയെ തള്ളി വിടുകയാണേ. അപ്പോഴേക്ക് സച്ചു പറയാം, എന്താ അമ്മ ഈ കാണിക്കുന്നത്, തമിഴ് പടത്തിലെ വില്ലന്മാരെ പോലെ, അമ്മ എന്താണ് വലിയ മുതലാളിയോ, അവനൊരു അടിയാളിനെ പോലെ അടിക്കടിക്കുന്നുണ്ടോ, അവൻ പോയി അടിക്കണോ, അവൻ്റെ ഭാര്യയാണത്, അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീണ്ടും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവുകയാണ്. ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റണില്ല, എന്തും ചെയ്യുമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അടിയാളിനെ പോലെ അടിക്കാനൊന്നും അവൻ നിൽക്കില്ല, അങ്ങനെ ഒരു പെണ്ണിനെ അവൻ തല്ലിക്കഴിഞ്ഞ് ഞങ്ങൾ നോക്കി നിൽക്കുമോ. അപ്പോൾ വർഷ പറയുക, ദേ സൂചേട്ടാ ആൻറ്റി പറയുന്നത് കേട്ടോണ്ട് എങ്ങാനും ചേച്ചി തല്ലാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളും ജയിലിൽ പോയി കിടക്കും കേട്ടോ. അപ്പോൾ ചന്ദ്ര ചാടി എഴുന്നേക്കാണ്, എന്താടി നീ പറഞ്ഞത്, ജയിലിൽ കിടക്കുമെന്ന്, ജയിലും പോലീസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് പേടിച്ച് കിടക്കുമെന്ന് വിചാരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ലടി, ഇവളെ തല്ലിയിട്ട് ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ. അപ്പോഴേക്കും മുത്തശ്ശി പറയാം, ചന്ദ്രേ നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, സുധി നീ അടിക്കില്ലല്ലോ, ഞാൻ തന്നെ അവളെ അടിക്കാം, അവളെ ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ എന്നെ പറ്റിച്ചിരിക്കുന്ന അവളാണ്, ഞാനല്ലേ നിൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചത്, അതുകൊണ്ട് ഞാൻ തന്നെ തല്ലിക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്ര ചാടി ഓടിച്ചതിന് നമ്മുടെ ശ്രുതിയെ 2-3 അലക്കലങ്ങ് അലക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പിടിച്ചു മാറ്റുകയാണ്. സച്ചി വരികയാണ്, ഒരു കണക്കിന് പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ, എങ്കിലും ചന്ദ്ര അടങ്ങോ, നീ എന്നെ കോമാളിയൊക്കെ അല്ലടി എന്നും പറഞ്ഞിട്ട് വീണ്ടും തല്ലാൻ പോവുകയാണ്. ഇനി അവളെ അടിക്കരുത് അമ്മയെന്ന് പറയാം കേട്ടോ. ഇത് പറഞ്ഞ് ചന്ദ്ര പറയണം, അത് ശരി, അപ്പം നീയും എന്നോട് ആജ്ഞാപിച്ച് തുടങ്ങിയല്ലേ, നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടേ എന്നെ തള്ളിപ്പറയാൻ തുടങ്ങിയല്ലേ. ഈ സമയത്ത് ശ്രുതി പറയാണ്, അമ്മയെ തള്ളി പറഞ്ഞൊന്നുമല്ല, അമ്മേനെ ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ കൊണ്ട് ശിക്ഷിക്കുന്നത് എന്തിനാ, എനിക്കെല്ലാം അറിയായിരുന്നു, അയാൾ ശ്രുതിയുടെ ഇളയച്ചൻ അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്ന് പറയണേ. ഇത് കേട്ടത് ചന്ദ്ര അങ്ങ്
ഞെട്ടിപ്പോവാണേ. ബാക്കി എല്ലാവരും അങ്ങ് ഞെട്ടിയിട്ട് ശ്രുതിയെ തന്നെ നോക്കുകയാണേ. അപ്പോൾ ഈ സമയം ശ്രുതിയെ തല്ലുകയാണ് കേട്ടോ. എടാ നിനക്കെല്ലാം അറിയായിരുന്നല്ലേ, നീ നുണ പറയായിരുന്നല്ലേ. അപ്പോഴേക്കും ശ്രുതി പറയാം, ഇല്ല എനിക്കെല്ലാം അറിയായിരുന്നു, എന്നോട് നേരത്തെ തന്നെ ശ്രുതി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണെ. എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക്, ശ്രുതിക്കാണെങ്കിലോ ശ്രുതിക്കൊന്നും അറിയില്ല, തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ശ്രുതിക്ക് വിഷമവും വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയണേ, എടാ പുതിയ കഥ നീ പറയാൻ നിൽക്കണ്ട, അങ്ങനെയാണെങ്കിലേ നീ എന്താ കഴിഞ്ഞ തവണ പറയാതിരുന്നത്. അപ്പോൾ നമ്മുടെ രവീന്ദ്രനും പറയുന്നുണ്ട്, ആ അല്ല അത് ശരിയാണല്ലോ, ഞാൻ നിന്നോട് ചോദിച്ചാണല്ലോ നിനക്ക് അറിയാമെന്ന്, അപ്പം നീ എന്താ പറഞ്ഞത് നിനക്കറിയില്ല എന്ന്, പിന്നെന്താ നീ ഇപ്പം മാറ്റി പറയുന്നത്. അപ്പം നിനക്കറിയാമെങ്കിൽ നിനക്ക് അപ്പം പറഞ്ഞുകൂടായിരുന്നോ, അപ്പോഴീ കൊച്ചിനെ ഇങ്ങനെ അടിയിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ. ഈ സമയത്ത് ശ്രുതി പറയണം, എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നത്, എനിക്ക് എല്ലാ കാര്യവും നേരത്തെ അറിയായിരുന്നു, ശ്രുതി എന്നോട് എല്ലാം നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട ബാക്കി എല്ലാവരും ഞെട്ടിപ്പോവാണ്. ശ്രുതി ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി ശ്രുതിയെ വീട്ടിൽ കയറ്റുമോ അതോ പൂർണ്ണമായിട്ട് ശ്രുതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ, ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുമോ, ശ്രുതിയുടെ കുഞ്ഞാണ് ആദിക്കുട്ടനെന്ന് അറിയുമോ, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കിനി അറിയാനുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ കാണാം.